സ്ഥലം പറഞ്ഞു തമ്മി. കക്കാടം പോയി. അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിക്കണു. വേട്ടോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. സ്ഥലം പറഞ്ഞു തമ്മി. കക്കാടം പോയി. ആ അതന്നെ, കക്കാടം പോയി. കോഴിക്കോടല്ലത്? യെസ്. അപ്പൊ അവിടേക്കാണ് പോണത്. അപ്പൊ നമ്മളിതാ പോവാൻ വേണ്ടി സെറ്റായി നിൽക്കാം. എല്ലാരും ഇല്ല, കുറച്ച് പേരുള്ളൂ. ഉണ്ട് ജന്മനാ കുറച്ച് കാരണന്മാര് കുറച്ച് ഭംഗിയും കോലുണ്ട്. അപ്പൊ അവള് പോവാൻ വേണ്ടി നിൽക്കാണ്. എല്ലാരും ഇല്ല, കുറച്ച് പേരുള്ളൂ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകെ പറയാം. ഓക്കെ, ശരി. അങ്ങനെ നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ആ വണ്ടിയിൽ വെക്കാൻ വേണ്ടി പോവാണ്. 2 ദിവസത്തേക്കാ പോണത്, പക്ഷെ 1 കൊല്ലത്തെ ലഗേജ് ഉണ്ട് എല്ലാവരും. അയ്യോ, അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളിതാ കുറച്ച് ദൂരം എത്തിയപ്പോൾ പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിക്കണു. വേട്ടോ 24 വയസ്സായ 21.5 അങ്ങനെ നമ്മൾ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് എത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് നമുക്ക് കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ച് പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രാന്ന് വിചാരിക്കുന്നത്. ഫ്രണ്ടില് കുറെ ആൾക്കാരുണ്ട്. ഇനി അവരെ നമുക്ക് കാണിച്ചു തരാട്ടോ. ചൂടാറോ അല്ലെങ്കിൽ എന്തൊരു സന്തോഷം. ചട്ടിച്ചാരോ. അയ്യോ, എനിക്ക് ചട്ടി വന്നില്ലേ. എങ്ങനെയുണ്ട് അർഷി? എവിടെന്ന് തുടങ്ങുക കൺഫ്യൂഷനില്. ഫുഡ് കഴിച്ചിട്ട് ക്ഷീണിച്ചു. അതിന് മുഴുവൻ കഴിച്ചില്ലല്ലോ. അവിടെ അർഷിയോടെ പർസ നല്ല ഫുഡാണ്. കുഴപ്പമില്ല, ആവറേജ് ചട്ടിച്ചോറൊക്കെ അല്ലേ. ചോറല്ലാണ്ട് ഇല്ല, ബാക്കി ഫുഡൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങള് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. എന്ത് ചട്ടിച്ചോറ് കുഴപ്പമില്ല, പക്ഷെ ബാക്കി ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങള് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ. നമുക്ക് പോവാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മളിതാ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ റോക്ക്വെൽ നമ്മളെ ജീപ്പ് ഇട്ടോ കാണിച്ചു കൊടുക്ക്. അത് നമ്മുടെ കൂടെ വന്നവരെ വേണ്ടിട്ട് നമുക്ക് ട്രക്കിങ്ങിന് പോകണ്ടല്ലോ. അൻസേ, ട്രക്കിങ്ങിന് പോയ എഫക്റ്റ് ചെയ്യുന്നു. 2 ദിവസത്തേക്കല്ലേ വന്നത് എല്ലാവരും. അമിയെ സെറ്റല്ലേ? ഇത് 2 നിന്റെ ബാഗാ? അവറു എവിടേക്ക് പോണ്? എവിടെ? അതിന്റെ മേലേക്ക് നമ്മളോ? ഇതാണ് നമ്മുടെ ഗൈഡ്. അതാ ഗൈഡ് നിൽക്കും. അമറോ ആള്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ബാഗും എല്ലാം നമ്മുടെ ജീപ്പിൽ കയറ്റിയിട്ട് നമ്മൾ ആ റിസോർട്ടിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ.
ആ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോണത്. ആ അൻസ് കയറി പടച്ചുനി അത്രയുണ്ടാ. എല്ലാവരുടെയും എക്സ്പ്രഷൻ ഞാൻ ലൈവായി എടുക്കാം. ഫസ്റ്റ് ഖാദറിന്റെ എന്തിനാ കൈ അകത്തി പിടിക്കാൻ നല്ല മുഖം കാണുള്ളൂ. എന്നാ നിന്നെ ചട്ടം കണ്ട അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ദാദാ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ചേരം നമുക്ക് കുട്ടിയെ ഓടി. എങ്ങനെ ഉണ്ടായിരുന്നു ജെസ്സി? ഒന്നും ഉണ്ടായില്ല. ഇവിടെ നീക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അതാ പൂൾ. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ. ആ ജാക്കറ്റ് ഒക്കെ മുങ്ങി ചാവാണ്ടിരിക്കാതെ. ഇത് കുട്ടികളുടെ പൂളാവും. നീതി പഠിക്കാനുള്ള പൂള്. കാലത്തും കൂടിയില്ല. സാരില്ല, കണ്ണീര് തുടച്ചിട്ട് പോരെ. ഈ കുട്ടിക്ക് എന്താ ഇവിടെ അല്ലേ? നമ്മുടെ റൂമിൽ ഒരു പോരെ. ആ എങ്ങനെയുണ്ട് അവി? സെറ്റല്ലേ? സെറ്റ്. ആ അത് ഇൻഡോർ ഗെയിമിന്റെ ഏരിയ ആണ്. ഓ വന്നതും കുട്ടികൾ കളി തുടങ്ങി. അങ്ങനെയൊന്നുമില്ലേ? ഏത് വീണാ അതെന്റെ കളർ ഇതിലെ. ആ വരുന്നുണ്ട് വാ. കോട വന്നിരിക്കയാണ് ഗൈസ്. ആ അതിൽ മീനുണ്ട് ട്ടാ. ഇത് കോട വരുന്നുണ്ട് ട്ടാ. കോട കേറി കേറി പോണു. പുക പോലെ വരുന്നില്ലേ? ആ ഇത് അടിപൊളിയായിണ്ടല്ലോ. അർഷിയുടെ കറങ്ങണ വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നു. ഇതാരാ? നമ്മുടെ കൂടെ വന്ന ആളാണോ? തണുപ്പ് അതിലേ വരുമ്പത്തിനും കോട്ടിട്ടിട്ട് വന്നു. ഓ ആ ആ ആ ഡാൻസ് നിർത്തിയ അയ്യോ അയ്യോ പെണ്ണേ. ആർഷി വാ. അർഷിയെ ആ എത്തണ്ട എത്തണ്ട. ആ എത്തിയേ. നിന്നെ കൊള്ളുണ്ട്. ഏറ്റവും ചെറിയ കുട്ടികൾ കേറ് മാമി കേറ്. ഇതെന്താ കേറാണ്ട് നീക്ക്. ആ
ഓ ആർക്കും ഉമ്മാക്ക് നീയാ ആ ഇരുന്നോ പൊട്ടില്ല മാമക്ക് എത്തിച്ചു വർക്കൗട്ട് ചെയ്ത് ഇത്ര ദൂരം വന്ന് ആ എല്ലാരും ഊഞ്ഞാലല്ല അളിയനും തമ്മിലുള്ള പോരാട്ടാന്ന് അൻസ് സ്റ്റക്കാവുക നേരത്തെ വീണു ഓ അങ്ങനെ നമ്മളിത് അവിടെ എത്തി ഒരുവിധം സെറ്റായി. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സും കോഫിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ആ പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാൻ കേട്ടോ. ടീമിട്ട് കളിക്കാം. കാണിച്ചെന്റ് മുഖത്ത് വന്ന് ഞാൻ അടുക്കും. ആൻസിനെ കാണുമ്പോ തവളക്കുട്ടിയുള്ള പോലെ ആലോചിക്കണം. അവർ ഉന്തിടാ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇടാമറു. ഇതെന്താ കാണിക്കുന്നത്? ആ നടന്നു വന്നത് പിന്നെ അങ്ങനെ പൂളിൽ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി. അപ്പോഴേക്കും നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും എല്ലാം കൂടി നമ്മൾ കഴിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറേ സമയം അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ച് ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ നൈറ്റിലേക്കുള്ളത്. അപ്പോൾ അൽഫാം, കുബൂസ്, അങ്ങനത്തെ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മളിതാ കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇതാ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും സംസാരിച്ച് പിന്നെ ഇത് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നേരെ വെളുത്തിങ്ങനെ വരുന്നുണ്ട്, കോടയൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതാ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് പുറത്തിറങ്ങി ഇങ്ങനെ എല്ലാം ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് വരികയാണ്. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് ജെസ്സിയുടെ മുന്നിൽ തന്നെ വെച്ചല്ലേ.
അന്ന് അങ്ങോട്ട് നീക്കി വയ്ക്കും മമ്മി കൊടുക്കണ്ട അവന് ഒരെണ്ണം പോലും തരില്ല എടുക്ക് അതിന് ഇനി അവന് ഒരെണ്ണം കൊടുക്കരുത് അമ്പടോ ജസ്റ്റിനോട് ഫേവറേറ്റ് നോക്ക് ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ അതുപോലെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടോ. ഇവിടെ ചെറുതായിട്ട് വെയിലും ഉണ്ട്, എന്നാലും തണുപ്പുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അർഷി സെറ്റല്ലേ? അയ്യോ അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് ലാസ്റ്റ് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ പോവാണ്. നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ പോകുന്നത് ട്രക്കിങ്ങിനാണ്. അത് കഴിഞ്ഞിട്ട് വേറെ അപ്പോൾ റിസോർട്ടിന് ടാറ്റ കൊടുത്ത എല്ലാവരും ബൈ ബൈ. നമ്മളിപ്പോ എവിടെ എത്തിക്കുന്നത്? കുരിശുമല. ജെസി ഓക്കെ അല്ലേ? നമ്മൾ നട്ടപ്ര വെയിലത്ത് കുരിശുമല കയറാൻ പോവാണ് ഗൈസ്. താറ്റെത്തണം അല്ലേ നമുക്ക്? അമ്മി അർഷി അങ്ങനെ നമ്മൾ തേടിയത് കുരിശ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ നമ്മൾ കുരിശുമലയൊക്കെ കണ്ടത് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ അതാ വരുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡാണ് കേട്ടോ കഴിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ നല്ല ഹോട്ടലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ അതാ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോയത്. പിന്നെ അവിടെ കുറേ നേരം കറങ്ങി കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറേ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയത്. കോഴിക്കോട് പോയിട്ട് ബീച്ചിലേക്ക് പോകാണ്ട് പോകുന്ന അത് മോശമല്ലേ? അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് കുറേ സംഭവങ്ങളുണ്ടല്ലോ ബീച്ചിൽ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ബീച്ചിൽ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ പിന്നെ ആ പൈനാപ്പിൾ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ മേടിച്ച് കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ ബൈ ബൈ.